പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 8 കുരങ്ങന്മാരെ ഒരു മുറിയിൽ വട്ടത്തിലിരുത്തുന്നു. മുറിയുടെ മച്ചിൽ നടുവിലായി ഒരു പഴക്കുല തൂക്കിയിട്ടിരിക്കുന്നു. അതിലേക്ക് കയറിയെത്താൻ പാകത്തിന് ഒരു ഏണിയും വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും കുരങ്ങ് പഴക്കുലയിലേക്ക് എത്തുന്നതിന് ഏണിയിൽ കയറാൻ തുടങ്ങിയാലുടൻ എല്ലാ കുരങ്ങന്മാരുടെയും ദേഹത്തേക്ക് ഐസ് വാട്ടർ ചീറ്റിക്കും. കുരങ്ങന്മാർക്ക് ദുസ്സഹമായ അനുഭവം. ഇത് കുറേ നേരം തുടർന്നപ്പോൾ മരഞ്ചാടികൾക്ക് ബോധമുദിച്ചു. ഏതെങ്കിലും കുരങ്ങ് ഏണിയിൽ കയറാൻ ശ്രമിച്ചാൽ മറ്റെല്ലാ കുരങ്ങന്മാരും ചേർന്ന് അവനെ അടിച്ചു പദം വരുത്തും. ഇല്ലെങ്കിൽ ഐസ് വാട്ടർ പീഡനം ഏൽക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇനിയാണ് യഥാർത്ഥ പരീക്ഷണം. ഒരു കുരങ്ങിനെ നീക്കം ചെയ്ത് പുതിയൊരു കുരങ്ങിനെ മുറിയിലെത്തിച്ചു. തൻ്റെ കൂട്ടുകാരെല്ലാം പഴക്കുല കണ്ട ഭാവം പോലുമില്ലാതെയിരിക്കുന്നതിൽ അത്ഭുതം കൂറിയ നവാഗതൻ സ്വാഭാവികമായും ഏണിയിലേക്ക് കുതിച്ചു. ഉത്തരക്ഷണത്തിൽ മറ്റ് 7 പേരും ചേർന്ന് അവനെ തല്ലിച്ചതച്ചു. കാരണം പിടികിട്ടിയില്ലെങ്കിലും ഏണികയറ്റം പന്തിയല്ലെന്ന് അവൻ ഗ്രഹിച്ചു. ആദ്യമുണ്ടായിരുന്നവയിൽ രണ്ടാമത്തെ കുരങ്ങിനെ മാറ്റി പുതിയൊരുവനെ രംഗത്തെത്തിച്ചു. ഇവൻ പഴക്കുല കണ്ട് വാനരസഹജമായ വ്യഗ്രതയോടെ ഏണിയിലേക്ക് കുതിക്കുകയും മറ്റ് 7 പേരുടെയും മർദ്ദനത്തിന് വിധേയനായി മടങ്ങുകയും ചെയ്തു. അടിച്ചവരിൽ കഴിഞ്ഞ തവണ മാത്രം വന്ന പുതിയ കുരങ്ങനുമുണ്ടായിരുന്നു. അടികൊള്ളുന്നത് താനല്ലാത്തതിനാൽ എന്തിന് അടിക്കുന്നുവെന്ന് അറിയില്ലെങ്കിലും അവന് കടുത്ത മർദ്ദനമുറയിൽ വിശേഷ താൽപ്പര്യം തോന്നി. തുടക്കത്തിലുണ്ടായിരുന്ന 8 കുരങ്ങന്മാരെയും ഇങ്ങനെ ഓരോന്നോരോന്നായി മാറ്റി മറ്റ് 8 എണ്ണത്തിനെ രംഗത്തെത്തിച്ചു. ഇവരാരും ഐസ് വാട്ടർ പീഡനം അനുഭവിച്ചവരല്ല. എങ്കിലും അവർ പഴക്കുല മോഹിച്ച് ഏണിയിൽ കയറുകയില്ല. എന്നല്ല, ഏതെങ്കിലും ഒരു കുരങ്ങൻ അത്തരത്തിലൊരു ശ്രമത്തിന് തുനിഞ്ഞാൽ കാരണമറിയാതെ തന്നെ അവനെ അടിച്ച് ചതക്കുകയും ചെയ്യും. പല കമ്പനികളും പല വ്യക്തികളും തുടരുന്നത് ഇതുപോലെയാണ്. കീഴ്വഴക്കത്തിലൂന്നി നൂതന സാഹചര്യത്തെപ്പറ്റി ചിന്തിക്കാതെ പഴയ ഏതോ സമയത്ത് ചെയ്തു പോയ കാര്യം അതേപടി ആവർത്തിച്ച് അത് കമ്പനിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ ശീലമാക്കി മാറ്റുന്നു. പുതിയ രീതിയിൽ ചിന്തിക്കുക, ഉരുത്തിരിയുന്ന നൂതനാന്തരീക്ഷവും പശ്ചാത്തല സൗകര്യങ്ങളും പരിഗണിച്ച് കാലത്തിനും ചുറ്റുപാടിനും ഏറ്റവും യോജിച്ച നയങ്ങളും പ്രവർത്തന ശൈലികളും ആവിഷ്കരിക്കുക എന്നിവയാണ് നല്ല മാനേജ്മെൻറ്റ് ശൈലികൾ. പഴയ ശൈലി തുടർന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തിന് പുതിയതിനു പോയി പുലിവാല് പിടിക്കുന്നു എന്ന മട്ടിൽ ഭയപ്പെട്ട് പുരോഗമനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന യാഥാസ്ഥികർക്ക് കൊടിയ കിടമത്സരങ്ങളെ സമർത്ഥമായി നേരിട്ട് വിജയം വരിക്കാൻ കഴിയാതെ വന്നേക്കാം. കമ്പനികളുടെ ഇത്തരം രീതികളെപ്പറ്റി പറഞ്ഞത് തെല്ല് മാറ്റത്തോടെയാണെങ്കിലും വ്യക്തികളുടെ കാര്യത്തിലും ഇത് വളരെ പ്രസക്തമാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.